ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. ശ്രീരാമ കഥാസാഗരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വക്രതുണ്ഡമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമോസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേം സദാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരി വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാചാര്യപാദം. ശ്രീരാമ കഥാസാഗരം. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം ശ്രീരാമാഭിഷേക വിഘ്നം. വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേകിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധരതൻ വദനാന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയാം കൂബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ദരേ ചൊല്ലു നീ രാജമെല്ലാടവും എന്തോരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഗേ മൂടെ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടെന്നറിയാതെ. ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകയാപുത്രിയും. ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തോരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലേ. ഇതിനില്ലോരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയരെന്നുള്ളിലാരെയുമില്ല മറ്റാർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലോരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ.
നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറയുകയിൽ ഒട്ടുമേ ഭേദമവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ എത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂടേ നിനക്കെന്തു രാമെങ്കിൽ നിന്നോരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാവരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടവേളാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയ കാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ ത്വൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായച്ചതും ചേതസ്സി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യമായൊരു നീദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ. നല്ലു മരണമതിനില്ല സംശയം, ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി പാലജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരൂ മതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകീലതിന്നൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുര യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ. മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണീലകം പൊക്കു സന്നദ്ധനായി ചെന്ന സൂരരോടേറ്റപ്പോൾ. ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരില്ല നതറിഞ്ഞതുമില്ലാതെ ശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശധൈര്യേണ നീ. ചിത്രമെത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു വൃത്തീന്ദ്രനും യുദ്ധാനുവൃത്തനായോരു ദശാന്തരേ. നിന്തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ. പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിഞ്ചരിതം നന്നു നിരൂപിച്ചാൽ. രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്ത്യം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വരൂ എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൊരു കാർക്കൂന്തലഴിച്ചിട്ടു. ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹാ ഭൂമിയിൽ തന്നെ മനിലാംബരത്തൊടും. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ദര ചൊന്ന പോലെ അതിനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേകിയും. പത്യാമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയെ മേവിനാൾ. കൈകേയി മന്ദരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും. ഞാനിവിടെ കിടന്നിടുവനല്ലാകിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രണാർത്ഥമിന്നു ഭരതന്നു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ. വേറെ നിനക്കു പോകാർത്ഥമായി നിൽക്കുവൻ 100 ദേശങ്ങളതിനില്ല സംശയം. ഏതൂമിതിന്നൊരിളക്കം വരായിൽ നീ ചേതസ്സി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ യവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും.
ധീരനായേറ്റം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രവൃത്തികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം ബുക്കരുളിടിനാൻ അന്നേരമാത്മപ്രിയതയമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തദാരിങ്കൽ നിരൂപിച്ചിതീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നീതുന്മേഷമെൻ മാനസേ ചൊല്ലുവിൻദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധലയം പ്രവേശിച്ചതിൻ മൂലമേതൂമറിഞ്ഞീല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരീകത്തിരുന്നു സംസംപ്രഭം മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തീതു വല്ലഭേ നാദേവറും നിലത്തുള്ള പൊടി അണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോടു ചൊൽകെടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരീകളോ നരന്മാരോ ഭവതിയോടാരോരു വിപ്രിയം ചെയ്തതു വല്ലവേ ദണ്ഡ്യനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡാമെനിക്കതീനില്ല നിരൂപിച്ചാൽ നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിലർത്ഥാവതിയാക്കി വയ്പ്പവനെ ഞാൻ വന്ധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വന്ധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കുമൽ പുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമാനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ജൈവൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പത്യമായുള്ളതീനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചാൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കലതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതന്നു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതന്നെയാക്കണം രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകയിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റ ദ്രീപതിച്ച പോലെ ഭുവി സജ്വരചേതസ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ ചിത്തഭ്രമം ബാലലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ കിം കിമേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജലോചനാഹാ പരബ്രഹ്മമേ വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന
മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേ വരൂ ഉര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ, നീ എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ? മൽപ്രാണഹാനീകരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതീനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ലോ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തോ ഒരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാകാ, ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേകിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിടിനാൽ, ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചെയ്തു അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ, പങ്കജനേത്രനാം രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ. എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ, മന്നവൻ മുൻപിൽ നിന്നില്ലോ ഒരു സംശയം. സത്യസന്ധൻ ഭൂവിരാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടല. കൈകേയി തന്നെ നിർബന്ധ വാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ, രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യയായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യസ്തുതി ജയശബ്ദങ്ങൾ സംഗീതഭേദങ്ങൾ എന്നിവറ്റെക്കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേകിയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്യുവാൻ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കുടതഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരണാഭരണാദ്യലങ്കാരവും വാരണവാജീരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാസു സംഭരിച്ചിടിനാർ. ശ്രീബല വൃന്ദാവതി പുരാവാസികൾ ആബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതിൽ രമ്യാമകരായി മതാമണി കുണ്ടല സമ്മുഗ്ധ ശോഭിത കണ്ഠസ്ഥലങ്ങളും പുണ്ടരീകച്ഛതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാഭയും കുന്ദാമുകുന്ദ സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയും കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാപം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭാപീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും ധനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിയിടുമൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭാജാനുവും അംബോജബാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംബോജതുല്യമാമംഗ്രീതലങ്ങളും ജമ്പാരി രത്നം തൊഴും തിരുമേനിയും ഹാരകടക വലയാങ്കുലിയാദി ചാരൂതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരീകേ നിജ
ലക്ഷ്മണനാകിയ സോദരൻ തന്നോടു ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുത കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസദാരിൽ കൊതിച്ചു നാമുക്കെല്ലാം. ക്ഷോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോട ഔത്സുക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണ മൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാധരാൽ. വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യനു മുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തോരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദം മന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപുരമകം ബുക്കാനതിദ്രുതം രാജീവമിത്രഗോത്രോത്ഭൂതഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേകിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രം ഭവിവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്വൽ പ്രജാകര സേവയും ചെയ്കയാൽ ആത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജാവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങിനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായോരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴേറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവേരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമ വിവശനാം താതൻ മരുവിടം മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമീവനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമീപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരമാരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിന്നറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയാ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസ്സി നീ നിരൂപിക്കീലെഴുതിന്നു താതന്നു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായോരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു. ചിത്തഹിതം നിർബന്ധിരനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിന്ദാതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നീതു താതൻ അറിയുക നീ. സത്യപാശേന സമന്തനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവൻ എന്നതറിയുക നീ.
മാതൃവചനശൂലാഭീഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വൃത്തിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പനതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാൽ അറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിയുക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസ്സി ചെറ്റില്ലെനിക്കെന്നറിയുക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്നു നന്ദനനുത്തമൻ. പിത്രാനുയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാധുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേകിയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാത്തമായുടേനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം വരതെന്നു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവൻ ഇന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൽ നിന്നതീനെന്തോരു വൈഷമ്യമായത്. ചെയ്ക അഭിഷേകം ഭരതന്നു ഞാനിനി വൈകാതെ പോവൻ വനത്തിന്നു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പിച്ചതെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകാവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറുമമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂർവം തൃപ്തനാക്കിയിടിനാൻ താതനും തന്നെ. യൗവനം നൽകി ജരാനരെയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ശ്രീജിതനായി കാമുകനായോരു രാജധനമാകുമെന്നെയും വൈകാതെ. പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതീനേതുമകപ്പെടാം. അല്ലായെങ്കിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുദേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും. കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകെ തഴുകയും. പിന്നെ ചുടേ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ. തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈതവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോവിതൻ തഥാ. എന്തിനൻ താതൻ ഹൃദൈവ ദുഃഖിക്കുന്നതെന്തോരു ദണ്ഡാമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായുമില്ലീതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ. പോവതിനായി വരുമെന്നരുൾ ചെയ്തു ദേവനും മാതൃദേഹം പുക്കതു നേരം. ധാർമ്മികയാകിയ മാതാസു സമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ
പുത്രാദ്യത്തിനായി കൊണ്ടു ചെയ്യിപ്പിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവൽപദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധാനിച്ചുറച്ചിരിക്കും നേരം ചെന്നോരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടം നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൻ. ശ്രീരാമ കഥാസാഗരം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് ശരണം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീരാമ കഥാസാഗരം. ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.